to Zodiac Academy. Zodiac exam series CDPയുടെ യൂണിറ്റ് ടെസ്റ്റ് ഡിസ്കഷൻ വീക്ക് 5 ആണ്. Question number 61. Escape learning is an example of instrumental conditioning which is based on. Escape learning is an example of instrumental conditioning which is based on option A, negative reinforcement, option B, positive reinforcement, option C, no reinforcement, option D, reinforcement. Answer option A, negative reinforcement. So what is instrumental conditioning? Instrumental conditioning is otherwise known as operant conditioning. ഇപ്പോൾ ഓപ്പറന്റ് കണ്ടീഷനിങ് അകത്ത് തന്നെയാണ്, അതായത് ഓപ്പറന്റ് കണ്ടീഷനിങ് ശരിക്കും കൊണ്ടുവന്നത് BF സ്കിന്നറാണ്. ഓക്കെ, അതായത് നിങ്ങൾക്ക് എല്ലാവരും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും BF സ്കിന്നർ ബോക്സ്. അതിനകത്ത് ഒരു റാറ്റിനെ ഇടുന്നു, റാറ്റിന് ഫുഡ് കൊടുക്കുന്നില്ല. അപ്പോൾ റാറ്റ് ഇങ്ങനെ ഓടി നടക്കുമ്പോൾ അറിയാണ്ട് ഒരു ലിവറിൽ ചവിട്ടുമ്പോൾ ഫുഡ് കിട്ടുന്നു. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അത് പിന്നെ പഠിച്ചെടുക്കുകയാണ് എന്ത് ചെയ്യുന്നു, ഈ ലിവറിൽ ചവിട്ടുമ്പോൾ ഫുഡ് കിട്ടും എന്ന കാര്യം. ഓക്കെ, അതാണ് എന്ത് ഓപ്പറന്റ് കണ്ടീഷനിങ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഈ ഇൻസ്ട്രുമെന്റൽ കണ്ടീഷനിങ്ങും ഓപ്പറന്റ് കണ്ടീഷനിങ്ങും ഒന്നാണ്. അതായത് എന്താണ്, സ്റ്റഡി ഓഫ് ഹൗ ബിഹേവിയർ ആർ സ്ട്രെങ്തൻഡ് ഓർ വീക്കൻഡ് അക്കോർഡിംഗ് ടു ദെയർ കോൺസിക്വൻസ് എന്നാണ് എന്താണ് സ്കിന്നർ പറയുന്നത്. അപ്പോൾ സ്കിന്നറിന്റെ ഈ ഓപ്പറന്റ് കണ്ടീഷനിങ് പ്രകാരം അതിനകത്ത് റീഇൻഫോഴ്സ്മെന്റും ഉണ്ട്, പണിഷ്മെന്റും ഉണ്ട്. ഓക്കെ, റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ മെയിൻറ്റൈൻ ബിഹേവിയർ അല്ലെങ്കിൽ ഇൻക്രീസ് ദ ബിഹേവിയർ എന്നാണ്. പണിഷ്മെന്റ് എന്ന് വെച്ചാൽ ഡിക്രീസ് ദ ബിഹേവിയർ. അപ്പോൾ ഈ ബിഹേവിയർ ഈ റീഇൻഫോഴ്സ്മെന്റ് തന്നെ നെഗറ്റീവും ഉണ്ട്, പോസിറ്റീവും ഉണ്ട്. ഓക്കെ, അപ്പോൾ പോസിറ്റീവ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ എന്താണ്, ആഡ് പ്ലസന്റ് സ്റ്റിമുലസ് എന്നാണ്. Okay, add pleasant stimulus to increase the behavior or maintain the behavior. That is positive reinforcement. So, for example, നമുക്ക് എക്സ്ട്രാ വെക്കേഷൻ ഡേയ്സ് തരികയാണ്, അല്ലെങ്കിൽ നല്ല മാർക്ക് മേടിച്ച് ഒരു ഗിഫ്റ്റ് തരുന്നു. ദാറ്റ് ഈസ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. ആഡ് പ്ലസന്റ് സ്റ്റിമുലസ് ടു മെയിൻറ്റെയിൻ ഓർ ഇൻക്രീസ് ദ ബിഹേവിയർ. എന്നാൽ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്താണ്, റിമൂവ് ദ അവേഴ്സീവ് സ്റ്റിമുലസ് to maintain or increase the behavior. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എന്താണ്, റെഡ്യൂസ് ദ ലെങ്തി ആൻഡ് ഫ്രീക്വന്റ് മീറ്റിംഗ്, അല്ലെങ്കിൽ എന്താണ് വേറെന്താ എക്സാമ്പിൾ പറയാം, റെഡ്യൂസ് ദ വർക്ക് ലോഡ്, എന്താണ് ടു മേക്ക് ഇറ്റ് മോർ മാനേജബിൾ. അപ്പൊ നമുക്ക് വർക്ക് ലോഡ് എന്ന് പറയുമ്പോൾ ഒരു അവേഴ്സീവ് സ്റ്റിമുലസ് ആണ്. ആ അവേഴ്സീവ് സ്റ്റിമുലസിനെ അങ്ങ് ഒഴിവാക്കുന്നു അല്ലെങ്കിൽ റിമൂവ് ചെയ്യുകയാണ്. അപ്പോൾ നന്നായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും, ആ ജോലി നമുക്ക് നന്നായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. ക്ലിയർ? അപ്പോൾ ഇവിടെ ആൻസർ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആണ്. അപ്പൊ എന്താണ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, എന്താണ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, എന്താണ് ഓപ്പറേഷണൽ കണ്ടീഷനിങ് ഓർ ഇൻസ്ട്രുമെന്റൽ കണ്ടീഷനിങ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ എസ്കേപ്പ് ലേണിംഗ് is an example of instrumental conditioning which is based on negative reinforcement. അപ്പൊ എന്താണ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് മനസ്സിലായി. അപ്പൊ എന്താണ് എസ്കേപ്പ് ലേണിംഗ്, ഈ സെയിം തന്നെയാണ്. അതായത് എസ്കേപ്പ് ലേണിംഗ് is a process by which someone learns a behavior that removes an aversive stimulus. മനസ്സിലായല്ലോ, ഒരു ബിഹേവിയർ പഠിക്കുന്നു, ഒരു അവേഴ്സീവ് സ്റ്റിമുലസിനെ റിമൂവ് ചെയ്തിട്ട് ഒരു ന്യൂ ബിഹേവിയർ ലേൺ ചെയ്യുകയാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആയിട്ട് എന്താ പറയുക, ഒരു മങ്കി എന്താണ് ഒരു കൂട്ടിൽ ഇടുകയാണ്, കണ്ടിന്യൂസ് ലൗഡ് നോയ്സ് കേട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു സ്ട്രിങ് ഉണ്ട്, അപ്പൊ മങ്കി അറിയാണ്ട് പഠിക്കുന്നുണ്ട്, ആ സ്ട്രിങ് വലിക്കുകയാണെങ്കിൽ ഈ നോയ്സ് അങ്ങ് സ്റ്റോപ്പ് ആകും. അപ്പോൾ ഈ ലൗഡ് നോയ്സ്, കണ്ടിന്യൂസ് ലൗഡ് നോയ്സ് എന്ന് പറയുന്ന ഒരു അവേഴ്സീവ് സ്റ്റിമുലസ് ആണ്. അപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു ബിഹേവിയർ അല്ലെങ്കിൽ ആ ഒരു രീതി, ഒരു ലേണിംഗ് മെത്തേഡ് മങ്കി പഠിച്ചെടുക്കുന്നു. അതെന്താണ്, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. ക്ലിയർ? അപ്പൊ escape learning is an example of instrumental conditioning which is based on negative reinforcement. Clear?
Question number 62. Instrumental or operant conditioning reinforcement following every occurrence of a particular response is called primary reinforcement, secondary reinforcement, tertiary reinforcement and continuous reinforcement. അപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ഓപ്പറന്റ് കണ്ടീഷനിങ് BF സ്കിന്നറിന്റെ ഓപ്പറന്റ് കണ്ടീഷനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ റീഇൻഫോഴ്സ്മെന്റ് നമുക്ക് സ്കിന്നറിന്റെ ഓപ്പറന്റ് കണ്ടീഷനകത്ത് പണിഷ്മെന്റ്, റീഇൻഫോഴ്സ്മെന്റ്, നെഗറ്റീവ്, പോസിറ്റീവ്, ഇങ്ങനെ 4 വേർഡ് മാറി മാറി പറയുന്നുണ്ട്. നമുക്ക് ഇതിനകത്ത് പോസിറ്റീവ് നെഗറ്റീവ് കേൾക്കുമ്പോൾ തോന്നും ഗുഡ് ഓർ ബാഡ് അങ്ങനെയാണ്. എന്നാൽ അങ്ങനെയല്ല. പോസിറ്റീവ് മീൻസ് ആഡ് സംതിങ്, നെഗറ്റീവ് മീൻസ് റിമൂവ് സംതിങ്. മനസ്സിലായോ? ഞാൻ റീഇൻഫോഴ്സ്മെന്റ് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായി കാണാം. അപ്പോൾ അതിനകത്ത് റീഇൻഫോഴ്സ്മെന്റും പണിഷ്മെന്റും പോസിറ്റീവും ഉണ്ട്, നെഗറ്റീവും ഉണ്ട്. മനസ്സിലായല്ലോ? അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്? ഇൻസ്ട്രുമെന്റൽ ഓർ ഓപ്പറന്റ് കണ്ടീഷനിങ് റീഇൻഫോഴ്സ്മെന്റ് ഫോളോയിങ് എവരി ഒക്കറൻസ് ഓഫ് എ പർട്ടിക്കുലർ റെസ്പോൺസ് ഈസ് കോൾഡ്. ആൻസർ ഈസ് ഓപ്ഷൻ ഡി. അതായത് കണ്ടിന്യൂസ് റീഇൻഫോഴ്സ്മെന്റ് ആണ് ആൻസർ വരിക. എന്താണ് കണ്ടിന്യൂസ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഇസ് എ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറന്റ് കണ്ടീഷനിങ് in which an organism is reinforced every single time. Okay, that organism provides appropriate operant response എന്നാണ്. That means ഇപ്പോ നമ്മുടെ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, എലി ലിവർ പ്രസ് ചെയ്യുമ്പോൾ ഫുഡ് കിട്ടുന്നു. അപ്പൊ ഓരോ ടൈമിലും ലിവർ പ്രസ് ചെയ്യുമ്പോൾ ഫുഡ് കിട്ടുന്നു. മനസ്സിലായല്ലോ? ഓരോ മൊമെന്റിലും എപ്പോഴൊക്കെ ലിവർ പ്രസ് ചെയ്യുന്നു അപ്പോഴൊക്കെ ഫുഡ് കിട്ടുന്നു. അതാണ് എന്ത്? കണ്ടിന്യൂസ് റീഇൻഫോഴ്സ്മെന്റ്. അതായത് ദ ഓർഗാനിസം ഈസ് റീഇൻഫോംസ് എവറി സിംഗിൾ ടൈം ദാറ്റ് ഓർഗാനിസം പ്രൊവൈഡ്സ് എന്താണ്? അപ്രോപ്രിയേറ്റ് റെസ്പോൺസ്. ക്ലിയർ? ദാറ്റ് ഈസ് കണ്ടിന്യൂസ് റീഇൻഫോഴ്സ്മെന്റ്. ഹിയർ ആൻസർ ഈസ് ഓപ്ഷൻ ഡി, കണ്ടിന്യൂസ് റീഇൻഫോഴ്സ്മെന്റ്. Question number 63. Which of the following theories of motivation might be described as push theories of motivation? Option A, social learning theory. Option B, drive theory. Option C, incentive theory. Option D, opponent process theory. Here answer is option B, drive theory. മറ്റ് തിയറികൾ, അതായത് സോഷ്യൽ ലേണിംഗ് തിയറി, ഇൻസെന്റീവ് തിയറീസ്, ഒപ്പോണർ പ്രോസസ് തിയറി, ഇതെല്ലാം തന്നെ നിങ്ങളുടെ സൈക്കോളജി ക്ലാസ്സിനകത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് കിട്ടും. അതിന്റെ പോയിന്റ്സുകൾ ക്ലാസ്സെല്ലാം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതിനകത്ത് ആൻസർ വരുന്നത് ഡ്രൈവ് തിയറിയാണ്. അതായത് ഈ പുഷ് ആൻഡ് പുൾ തിയറി, പുഷ് തിയറീസ് ഓഫ് മോട്ടിവേഷൻ, ദാറ്റ് ഇസ് പുഷ് ആൻഡ് പുൾ തിയറി എന്നാണ് പറയുക. അതായത് ശരിക്കും അത് ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ നമുക്ക് we have a desire to attain certain result. നമുക്ക് എന്തെങ്കിലും ഒരു റിസൾട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ ട്രൈ ചെയ്യും. ചില ഡിസയർ ഉണ്ടായിരിക്കും. ഓക്കെ, ഇപ്പൊ PSCക്ക് നമുക്ക് റാങ്ക് കിട്ടണം എന്നതിന് വേണ്ടി നമുക്കൊരു ഡിസയർ അത് ഡെവലപ്പ് ചെയ്യുന്നു. ദാറ്റ് ഈസ് പുൾ. അല്ലെങ്കിൽ എന്താണ്? എ നീഡ് ടു അവോയ്ഡ് ആൻ അൺവാണ്ടഡ് റിസൾട്ട്. ഇപ്പൊ കൊറോണ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിസീസ് വരരുത്, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം സംഭവിക്കരുത് എന്ന് വിചാരിച്ച് നമ്മൾ ആ സിറ്റുവേഷനെ അവോയ്ഡ് ചെയ്യുന്നു. ദാറ്റ് ഈസ് പുഷ് തിയറി. ഓക്കെ, ഇപ്പൊ ഇതുമായിട്ട് നമുക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഈ രണ്ടും എന്താണ്? ദിസ് പുഷ് ആൻഡ് പുൾ എന്ന് പറയുന്ന രണ്ട് മോട്ടീവ്സും, ദീസ് ടു ആർ ഒരു കോയിന്റെ രണ്ട് വശം പോലെ. ക്ലിയർ? പുഷ് ആൻഡ് പുൾ തിയറി. ഓക്കെ, അപ്പോ അതെന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ശരിക്കും ഡ്രൈവ് തിയറീസ് ആണ്. അതായത് ഹള്ളാണ് ഡ്രൈവ് തിയറി പ്രൊപ്പോസ് ചെയ്തത്. അക്കോർഡിംഗ് ടു ഹൾ എന്താണ്? പീപ്പിൾസ് ആർ മോട്ടിവേറ്റഡ് ടു ടേക്ക് സർട്ടൈൻ ആക്ഷൻസ്. എന്തിനാണ്? ഇൻ ഓർഡർ ടു റെഡ്യൂസ് ദ ഇന്റേണൽ ടെൻഷൻ. നമ്മൾ ചില ആക്ഷൻസ് എടുക്കുന്നത് എന്തിനാണ്? നമ്മുടെ ഇന്റേണൽ ടെൻഷൻ കുറയ്ക്കാനായിട്ടാണ്. ഓക്കെ, ചിലപ്പോൾ സർട്ടൈൻ അൺമെറ്റ് നീഡ്സ് കാരണം നമുക്കൊരു ടെൻഷൻ ഉണ്ടാവും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചില ആക്ഷൻസ് എടുക്കുന്നു.
എന്നാണ് ഡ്രൈവ് തിയറി പറയുന്നത്. ഓക്കെ, അപ്പോ എന്താണ് നിങ്ങൾക്ക് ഡ്രൈവ് തിയറി എന്താന്ന് മനസ്സിലായി കാണും. അപ്പോ എന്താണ് പുഷ് ആൻഡ് പുൾ തിയറി എന്ന് പറയുന്നത് ഏകദേശം എന്താണ് ദാറ്റ് സെയിം ആസ് ദ ഡ്രൈവ് തിയറീസ് ആണ്. ക്ലിയർ? അപ്പൊ എല്ലാം നമുക്ക് കറക്റ്റിന് മീൻസ് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകളിൽ മനസ്സിലാക്കാൻ പറ്റും. Question number 64. Several pencil and paper tests called questionnaire or inventories have been developed to measure the strength of biological motives, social motives, psychological motives, none of them. Answer here, answer is what? B. Social motives ആണ് ആൻസർ വരിക. ഈ പേപ്പർ ആൻഡ് പെൻസിൽ ആൻഡ് പേപ്പർ ടെസ്റ്റ് അല്ലെങ്കിൽ ക്വസ്റ്റ്യനെയർ ഇതെല്ലാം തന്നെ ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റി ടെസ്റ്റ് ആണ്. ഓക്കെ, ദീസ് ആർ ഡെവലപ്ഡ് ടു മെഷർ ദ സ്ട്രെങ്ത് ഓഫ് സോഷ്യൽ മോട്ടീവ്സ്. ഈ മോട്ടീവ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറെ ടൈപ്പ്, നിങ്ങളെ മോട്ടീവ് എന്താണ്, ഡിസയർ എന്താണ്, ഇതെല്ലാം കറക്റ്റ് ആയിട്ട് പഠിക്കണം. ക്ലാസ്സിൽ നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ടൈപ്പ് ഓഫ് മോട്ടീവ്സിന് കുറെ ടൈപ്സ് മോട്ടീവ്സ് ഉണ്ട്. ബയോളജിക്കൽ മോട്ടീവ്സ് ഉണ്ട്, സോഷ്യൽ മോട്ടീവ്സ് ഉണ്ട്, പേഴ്സണൽ മോട്ടീവ്സ് ഉണ്ട്, സൈക്കോളജിക്കൽ മോട്ടീവ്സ് ഉണ്ട്, പല ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട് സൈക്കോളജിയിൽ. ഓക്കെ, ഇപ്പോൾ ബയോളജിക്കൽ മോട്ടീവ്സ് എന്ന് വെച്ചാൽ ഹങ്കർ, തേഴ്സ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, സെക്സ് മോട്ടീവ്സ്, അതെല്ലാം ബയോളജിക്കൽ മോട്ടീവ്സ് ആണ്. പേഴ്സണൽ മോട്ടീവ്സ് എന്ന് പറയുമ്പോൾ ഹാബിറ്റ്, ദെൻ ആറ്റിറ്റ്യൂഡ്, ഇൻട്രസ്റ്റ്, ഇതെല്ലാം തന്നെ പേഴ്സണൽ മോട്ടീവ്സ്. സോഷ്യൽ മോട്ടീവ്സ് അച്ചീവ്മെന്റ് മോട്ടീവ്സ്, എക്സാമ്പിൾ. ദെൻ അഗ്രസീവ് മോട്ടീവ്സ് അല്ലെങ്കിൽ ക്യൂരിയോസിറ്റി, ദെൻ പവർ മോട്ടീവ്സ്. ദീസ് ആർ ദ എക്സാമ്പിൾ ഓഫ് സോഷ്യൽ മോട്ടീവ്. അപ്പൊ നമുക്ക് അച്ചീവ്മെന്റ് മെഷർ ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ മെഷർ ചെയ്യാൻ എന്ത് ചെയ്യുന്നു, യൂസ് ചെയ്യുന്ന ടെസ്റ്റ്, സർട്ടൈൻ ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റി ടെസ്റ്റ് ആണ് പെൻസിൽ ആൻഡ് പേപ്പർ ടെസ്റ്റ്. Question number 65. Which one of the following statement is not correct? Option A. People experience internal conflict due to the anxiety that becomes associated with forbidden thoughts. Option B. Repressed material generally surface again. Option C. Firm and Adler paid more attention to it and less attention to ego. Option D. Jung, Herne and Erikson paid less attention to it and more to the ego and social force. Here answer is option B. Sorry. Here answer is option C. Which one of the following statement is not correct എന്നായിരുന്നു ക്വസ്റ്റ്യൻ. ഓപ്ഷൻ സി ആണ് ആൻസർ. ഫ്രോം ആൻഡ് അഡ്ലർ paid more attention to it and less attention to ego. That is the answer. Next question, question number 66. During which of the following psychosexual stages the male child developed Oedipus complex? Anal stage, option A. Option B, phallic stage. Option C, latency stage. And option D, genital stage. Here answer is option B, phallic stage. Psychosexual stages. Psychosexual theory is proposed by who? Sigmund Freud or psychoanalytic theory എന്നറിയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ തിയറി പ്രകാരം the third stage of psychosexual theory ആണ് എന്ത്, phallic stage എന്ന് പറയുന്നത്. അതായത് ഏജ് ഗ്രൂപ്പ് ഏകദേശം 3 to 6 ഇയർ ഏജ് ഗ്രൂപ്പിൽ പ്രീ സ്കൂളേഴ്സിൽ കാണുന്ന സ്റ്റേജ് ആണ് എന്ത്, ഫാലിക് സ്റ്റേജ്. അതിനകത്ത് ആ ഒരു സ്റ്റേജ്, അതായത് ഫാലിക് സ്റ്റേജിലാണ് ഈഡിപ്പസ് ഇലക്ട്ര കോംപ്ലക്സ് ഡെവലപ്പ് ചെയ്യുന്നത്. ഈഡിപ്പസ് ഇലക്ട്ര കോംപ്ലക്സ് ഡെവലപ്പ് ചെയ്യുന്നത് ഫാലിക് സ്റ്റേജിലാണ്. നമുക്ക് സിഗ്മണ്ട് ഫ്രൂയിഡിന്റെ തിയറി പ്രകാരം ഓറൽ സ്റ്റേജ്,
അതായത് ഇൻഫൻസിയിൽ കാണുന്നു, ഏനൽ സ്റ്റേജ് ടോഡ്ലർ, ഫാലിക് സ്റ്റേജ് പ്രീ സ്കൂളേഴ്സ്, ലേറ്റൻ സ്റ്റേജ് സ്കൂളർ, ജനൈറ്റൽ സ്റ്റേജ് അഡോളസൻസ്, അങ്ങനെ കുറെ സ്റ്റേജസ് ഉണ്ട്. ഫാലിക് സ്റ്റേജ് ആണ് ഈഡിപ്പസ് ഇലക്ട്ര കോംപ്ലക്സ് ഡെവലപ്പ് ചെയ്യുന്നത്. ഈഡിപ്പസ് മീൻസ് മെയിൽ ചൈൽഡിന് അമ്മയോട് തോന്നുന്ന അറ്റാച്ച്മെന്റും, ഇലക്ട്ര മീൻസ് ഫീമെയിൽ ചൈൽഡിന് അച്ഛനോട് തോന്നുന്ന അറ്റാച്ച്മെന്റുമാണ്. പിന്നെ വേറൊരു പോയിന്റ് വരുന്നത് സൂപ്പർ ഈഗോ ഡെവലപ്പ് ചെയ്യുന്നത് ഫാലിക് സ്റ്റേജിലാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 68. സ്പിയർമാൻ believed that performance on any cognitive task depends on option A, primary general factor and one or more specific factors relating to particular task. Option B, primary general factor only. Option C, multiple factors. Option D, specific factor relating to particular task only. Here സ്പിയർമാൻ, നമുക്ക് ശരിക്കും സ്പിയർമാന്റെ തിയറി എന്ന് പറയുന്നത് 2 ഫാക്ടർ തിയറിയാണ്. അദ്ദേഹത്തിന്റെ ആ തിയറി പ്രകാരം നമ്മുടെ ഇന്റലക്ച്വൽ എബിലിറ്റീസ് ആർ കംപ്രൈസ്ഡ് of 2 factors, that is G factor or S factor. G factor means general ability and S factor means specific ability എന്നാണ് ഉദ്ദേശിക്കുന്നത്, specific factors. ഓക്കെ, അപ്പോൾ നമുക്കൊരു ടീച്ചറിന് നമ്മുടെ ഒരു നാച്ചർ ഓഫ് ഇന്റലിജൻസ്, സ്റ്റുഡൻസിന്റെ നാച്ചർ ഓഫ് ഇന്റലിജൻസിനെ കുറിച്ചുള്ള ഒരു ഇൻസൈറ്റ് തരും ഈ തിയറി. ഓക്കെ, അപ്പോ ജനറൽ എബിലിറ്റി എന്ന് പറയുന്നത് ഓരോ ഇൻഡിവിജ്വലിനും ഡിഫറെന്റ് ആയിരിക്കും. സ്പെസിഫിക് ഫാക്ടർ എന്ന് പറയുന്നതും ഓരോ ഇൻഡിവിജ്വലിനും ഡിഫറെന്റ് ആയിരിക്കും. അപ്പോ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ആൻസർ മനസ്സിലായി കാണും. സ്പിയർമാൻ ബിലീവ് ദാറ്റ് പെർഫോമൻസ് ഓൺ എനി കോഗ്നിറ്റീവ് ടാസ്ക് ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ എന്താണ് ജനറൽ ഫാക്ടർ ആൻഡ് വൺ ഓർ മോർ സ്പെസിഫിക് ഫാക്ടർ റിലേറ്റഡ് ടു പർട്ടിക്കുലർ ടാസ്ക്. ഓക്കെ, ആൻസർ ഈസ് ഓപ്ഷൻ A. Sorry. Answer option A, primary general factor and one or more specific factor relating to particular task. Question number 69. The process involved structuring of communicative acts by adults to facilitate development of children's linguistic as well as socio-cultural competence. Option A, referential style. Option B, scaffolding. Option C, infinite creativity. Option D, none of the above. The process involves structuring of communicative acts by adults to facilitate development of children's linguistic as well as socio-cultural competence. അഡൽട്ടിന്റെ കമ്മ്യൂണിക്കേറ്റീവ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ ലിംഗ്വിസ്റ്റിക് ആയിട്ടും സോഷ്യോ കൾച്ചറൽ ഡെവലപ്മെന്റിനും സഹായിക്കുന്നു. അതിനെ എന്ത് പറയുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ആൻസർ ഓപ്ഷൻ ബി ആണ്, സ്കാഫോൾഡ്. അതായത് ഈ സ്കാഫോൾഡിംഗ് മീൻസ് ദാറ്റ് ഇസ് എ ഇൻസ്ട്രക്ഷണൽ മെത്തേഡ് ആണ്, ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഇൻസ്ട്രക്ഷണൽ മെത്തേഡ്. in which teacher demonstrate the problem solving method for their students. Okay, and also explain step by step. After a few initial explanation, the instructor will remove themselves and only offer help when they need it. That is the scaffolding. Clear? അപ്പോൾ സെയിം അതുപോലെയാണ് ഈ പറയുന്നത്. നമുക്ക് കുട്ടികൾക്ക് ഈ സ്കാഫോൾഡിംഗ് എന്ന് പറയുന്നത് ഇൻസ്ട്രക്ഷണൽ മെത്തേഡാണ്. അതുപോലെ തന്നെ കുട്ടികളെ ആ രീതിയിൽ നമുക്ക് ഭാഷാപരമായും സോഷ്യോ കൾച്ചറൽ ഡെവലപ്മെന്റും അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും.
Question number 70. Theory states that weak or ambiguous internal cue force an individual into the role of an outside observer. He must look at his own behavior and the surrounding circumstances to help him decide what his feelings are. Option A, implicit personality. Option B, self-perception theory, motivation theory, option C, and option D, drive theory. Here answer is option B, self-perception theory. That means എന്താണ് self-perception? The word meaning of self-perception എന്താണ്? That means the idea that you have about kind of person you are. നിങ്ങൾ എങ്ങനെയുള്ള ആളാണ് എന്നുള്ള തിരിച്ചറിവ്, that is self-perception. Self-perception theory is introduced by Daryl J. Bell. Okay. According to his theory, attitude follows behavior എന്നാണ്. ക്ലിയർ? ഇപ്പോ മുന്നേ there is no previous attitude. ഒരു വ്യക്തിക്ക് മുന്നേ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നില്ല. എന്ത്? ഡ്യൂ ടു ലാക്ക് ഓഫ് എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ഇമോഷണൽ റെസ്പോൺസ് ഈസ് ആംഫിഗസ്, അങ്ങനെ എന്തെങ്കിലും കാരണത്തിൽ അവർക്കൊരു ഒരു പ്രീവിയസ് ആറ്റിറ്റ്യൂഡ് അവിടെ ഇല്ല. ഓക്കെ, ബട്ട് ആ പേഴ്സണ് ഡെവലപ്സ് ദെയർ ഓൺ ആറ്റിറ്റ്യൂഡ് ബൈ ഒബ്സർവിങ് ദെയർ ഓൺ ബിഹേവിയർ. ക്ലിയർ? അയാൾക്ക് പിന്നീട് ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്ത് വരുന്നു. എങ്ങനെ? സ്വന്തം ബിഹേവിയർ ഒബ്സർവ് ചെയ്തിട്ട്. അതാണ് സെൽഫ് പെർസെപ്ഷൻ തിയറി പറയുന്നത്. ഓക്കെ, ക്ലിയർ? സോ ഹിയർ ആൻസർ ഈസ് സെൽഫ് പെർസെപ്ഷൻ തിയറി. Question number 71. According to the learning theory of attitude formation, the basic process underlying attitude formation is. Option A, operant conditioning. Option B, reinforcement. Option C, classical conditioning. Option D, punishment. നമുക്ക് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ലേണിംഗ് തിയറി പ്രകാരം എന്താണ്? തിയറി ഓഫ് ആറ്റിറ്റ്യൂഡ് ഫോർമേഷൻ, ദ ബേസിക്സ് പ്രോസസ് അണ്ടർലൈൻ ആറ്റിറ്റ്യൂഡ് ഫോർമേഷൻ ഈസ് ഓപ്പറന്റ് കണ്ടീഷനിങ്. ഓക്കെ, ആൻസർ ഈസ് ഓപ്പറന്റ് കണ്ടീഷനിങ്. നമ്മൾ ഓൾറെഡി ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. Question number 72. The mother of an unwanted child may feel guilty about not welcoming her child, and so become over-indulgent or overprotective of the child in order to assure the child of her love and to assure herself that he is a good mother. This is an example of option A, displacement, option B, reaction formation, option C, projection, and option D, denial reality. ഓക്കെ, അപ്പോൾ ഇതെല്ലാം തന്നെ എന്താണ്? നമ്മുടെ ഡിഫൻസ് മെക്കാനിസത്തിനകത്ത് വരുന്നതാണ് ഈ പറയുന്നതെല്ലാം തന്നെ. ഇതൊരു ടൈപ്പ് ഓഫ് ഡിഫൻസ് മെക്കാനിസം ആണ്. ഹിയർ ആൻസർ ഈസ് ഓപ്ഷൻ ബി, റിയാക്ഷൻ ഫോർമേഷൻ. എന്താണ് റിയാക്ഷൻ ഫോർമേഷൻ? ദ ഫിക്സേഷൻ ഓഫ്, അല്ലെങ്കിൽ ഫിക്സേഷൻ ഇൻ consciousness of an idea, അല്ലെങ്കിൽ affect or desire that is opposite to feared unconscious impulse എന്നാണ് റിയാക്ഷൻ ഫോർമേഷന്റെ ഡെഫിനിഷൻ. ഓക്കെ, അതായത് ഇപ്പൊ ഇവിടെ അമ്മ തനിക്ക് ഒരു വേണം എന്ന് കരുതിയിട്ടില്ലാത്ത, അല്ലെങ്കിൽ അബോർഷൻ ചെയ്യാൻ ട്രൈ ചെയ്ത ഒരു കുഞ്ഞ് ജനിക്കുന്നു. ആ കുഞ്ഞിനെ ഓവർ പ്രൊട്ടക്ട് ചെയ്ത്, അല്ലെങ്കിൽ ഓവർ കെയർ ചെയ്തിട്ട് താൻ ഒരു നല്ല മദർ ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നു. മനസ്സിലായല്ലോ? അപ്പോ അതിനകത്ത് എന്ത് ചെയ്യുന്നു? അറിയാണ്ട് തന്നെ ആ ഒരു ഓപ്പോസിറ്റ് ഇമ്പൾസിനെ എന്ത് ചെയ്യുന്നു? ഒരു അൺകോൺഷ്യസ് ഇമ്പൾസിനെ എന്ത് ചെയ്യുന്നു? മാറ്റി നിർത്തുകയാണ്. നമ്മുടെ ഒരു കോൺഷ്യസ്നസ് ഫിക്സേഷൻ ഓഫ് സെർട്ടൈൻ ഐഡിയ, അല്ലെങ്കിൽ അഫക്റ്റ് ഓർ ഡിസയർ. മനസ്സിലായല്ലോ? അപ്പൊ ഇവിടെ അമ്മ
എന്താ പറയുക, സ്വന്തം ആ കുഞ്ഞിനെ ഓവർ പ്രൊട്ടക്ട് ചെയ്ത് തൻ്റെ മൈൻഡിലെ ആ ഗിൽട്ടി ഫീലിങ്ങിനെ ഒഴിവാക്കുന്നു. ദാറ്റ് ഈസ് റിയാക്ഷൻ ഫോർമേഷൻ. നിങ്ങൾ ഡിഫൻസ് മെക്കാനിസം പഠിക്കുമ്പോൾ വളരെ ക്ലിയർ ആയിട്ട് ടീച്ചർ നിങ്ങൾക്കത് പറഞ്ഞു തരും. അടുത്ത ക്വസ്റ്റ്യനും ഡിഫൻസ് മെക്കാനിസമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വരിക. Above question answer is option B. ഞാൻ പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 73. One unconscious mechanism that is protect us from acknowledging undesirable traits or qualities is called. Option A regression, option B projection, option C sublimation, option D none of the above. അതാണ് അതിനകത്ത് ആൻസർ. ഏതായിരിക്കും ആൻസർ? ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക, പ്രൊജക്ഷൻ. ഓപ്ഷൻ ബി പ്രൊജക്ഷൻ ആണ് ആൻസർ. എന്താണ് പ്രൊജക്ഷൻ? അതായത് അൺകോൺഷ്യസ്ലി അല്ലെങ്കിൽ കോൺഷ്യസ്ലി നമ്മൾ ബ്ലെയിം ചെയ്യുകയാണ് മറ്റൊരാളെ. എന്തിനാണ്? ഫോർ അവർ ഡിഫിക്കൽട്ടീസ്. നമ്മുടെ ഡിഫിക്കൽട്ടീസിനെ അതിനെ പറ്റിയിട്ട് നമ്മൾ മറ്റൊരാളെ, അതിന് കാരണം നമ്മൾ മറ്റൊരാളാണെന്ന് പറയുന്നു. അത് കോൺഷ്യസ് ആയിട്ടും പറയാം, അൺകോൺഷ്യസ് ആയിട്ടും പറയാം. ദാറ്റ് ഈസ് പ്രൊജക്ഷൻ. ഓക്കെ. റിഗ്രഷൻ, സബ്ലിമേഷൻ, റാഷണലൈസേഷൻ, ഡിസ്പ്ലേസ്മെന്റ്, അങ്ങനെ കുറെ ടൈപ്പ് ഡിഫൻസ് മെക്കാനിസം ഉണ്ട്. അതൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. Question number 74. As the psychologist collection of methods has been extended to include people with medical problems, a new field has begun to take shape, which is called developmental psychology, health psychology. Option B. Option C clinical psychology. Option D none of the above. Here answer is health psychology. ഓപ്ഷൻ ബി ഹെൽത്ത് സൈക്കോളജി ആണ് ആൻസർ വരിക. അപ്പോൾ ഹെൽത്ത് സൈക്കോളജിസ്റ്റ് എന്താ ചെയ്യുക? ദേ ഫോക്കസ് ഓൺ അണ്ടർസ്റ്റാൻഡിങ് ഹൗ ദ പീപ്പിൾ റിയാക്ട് ടു അല്ലെങ്കിൽ കോപ്പ് വിത്ത് ആൻഡ് റിക്കവർ ഫ്രം ഇൽനസ്. അതൊക്കെയാണ് ഹെൽത്ത് സൈക്കോളജിസ്റ്റ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഏരിയ. അപ്പൊ എന്താണ് ഹെൽത്ത് സൈക്കോളജി എന്ന് പറഞ്ഞാൽ മെയിൻലി അതിനകത്ത് ബയോളജി ഉണ്ട്, സൈക്കോളജി ഉണ്ട്, ബിഹേവിയർ, സോഷ്യൽ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ ഹെൽത്ത് ആൻഡ് ഇൽനസ്. ദാറ്റ് ഈസ് ഹെൽത്ത് സൈക്കോളജി. Okay, here question എന്തായിരുന്നു? Psychologist collection methods that have been extended to include people with a medical problem. So here answer is health psychology. Question number 75. Maheshi Yogi and his followers introduced a technique called option A hypnosis, option B transcendental meditation, and option C biofeedback, and option D none of the above. Answer option B transcendental meditation. Option B transcendental meditation. മഹേഷി യോഗി കൊണ്ടുവന്ന ഒരു ടൈപ്പ് ഓഫ് മെഡിറ്റേഷൻ ആണ് ഇത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഇന്നർ പീസ് അല്ലെങ്കിൽ വെൽനെസ്സിന് വേണ്ടിയിട്ട് അവർ പ്രിപ്പയർ ചെയ്ത മീൻസ് ഡെവലപ്പ് ചെയ്ത് എടുത്തതാണ്. ഇപ്പോ ഈ യോഗി ജീവിച്ചിരിപ്പില്ല, പുള്ളിക്കാരൻ മരിച്ചുപോയി. അപ്പോൾ പുള്ളിക്കാരന്റെ ഫോർമേഴ്സ് അതിപ്പോ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ട്രാൻസ്ഡെൻഡൽ മെഡിറ്റേഷൻ. ഓക്കെ, സോ ദിസ് ഈസ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് ഇന്ന് 15 ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഇതിനകത്ത് ഓരോ പോയിന്റ് 1 by 1 ആയിട്ട് നിങ്ങളുടെ ക്ലാസ്സുകളിൽ സോഡിയാക്കിന്റെ ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളുടെ ടീച്ചേഴ്സ്, കൂടുതൽ സൈക്കോളജി എടുക്കുന്ന ടീച്ചേഴ്സ് കൂടുതൽ നോട്ട്സ്, അതുപോലെ തന്നെ കൂടുതൽ ഐഡിയാസ് നിങ്ങൾക്ക് ഈ ഓരോ ടോപ്പിക്സിനെ കുറിച്ചും പറഞ്ഞു തരുന്നതാണ്. ഇത് നിങ്ങൾക്ക് ഈ 15 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. താങ്ക് യു സോ മച്ച്.